ശിവസേനയെക്കുറിച്ച് ബാൽ താക്കറെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ശിവസേന എന്നെങ്കിലും കോൺഗ്രസ് ആയി മാറുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ എൻ്റെ കട പൂട്ടുമെന്നാണ്. അതായത് കോൺഗ്രസുമായുള്ള ഒരു തരത്തിലുള്ള സഖ്യമോ അല്ലെങ്കിൽ കോൺഗ്രസ് ലയിക്കുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ പോലും തനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നാണ് ബാൽ താക്കറെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. അത് പലപ്പോഴും ഇപ്പം വീണ്ടും അത് ചർച്ചയായി വരുന്നുണ്ട്. കാരണം താക്കറയുടെ ആ ഒരു കോട്ട്, കാരണം ഇന്ന് ശിവസേന എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാൽ താക്കറെ അന്ന് പറഞ്ഞത്, ഈ രീതിയിൽ എനിക്ക് ഇന്ന് വലിയ ഒരു ബഹുമാനവും അതുകൂടാതെ ആദരവും ഒക്കെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശിവസേന എന്നുള്ള നാമം കാരണമാണ്, ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം കാരണമാണ്. അതുമാത്രമല്ല, ഈ സാഫ്രോൺ ഫ്ലാഗ് ഭഗ്വ അത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ രീതിയിൽ ഇന്ന് ഒരു ബഹുമാനവും ആദരവും ഒക്കെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ജനപിന്തുണ അതുകൊണ്ടാണ്. അതിൽ നിന്ന് വിപരീതമായിട്ട് ശിവസേനയെ കോൺഗ്രസിൻ്റെ പാളയത്തിലാണ് ഉദ്ധവ് കൊണ്ട് എത്തിച്ചത്. അപ്പം അതിനുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടി മറാത്തവാദവുമായി തുടങ്ങിയതാണെങ്കിൽ പോലും പിന്നീട് അതൊരു ഹിന്ദുത്വ പാർട്ടിയായി മാറി എന്നുള്ള. ഹിന്ദുത്വം ഇതിൻ്റെ കൂടെ ബാൽ താക്കറെ കൊണ്ടുവന്നതിന് ശേഷമാണ് ശിവസേന മുംബൈയിലെയും താനെയിലെയും നാഷിക്കിലെയും ഒക്കെ നമ്പർ 1 പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയതും ഈ രീതിയിലുള്ളൊരു സ്വീകാര്യത മഹാരാഷ്ട്രയിൽ ലഭിച്ചതും. താക്കറെ എന്ന് പറയുമ്പോൾ താക്കറയ്ക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു. താക്കറെ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വിഴുങ്ങില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം നടപ്പാക്കും. അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നുള്ളൊരു ഇമേജും ബാൽ താക്കറയ്ക്ക് ഉണ്ടായിരുന്നു. രാമജന്മഭൂമി പ്രക്ഷോഭ കാലത്തൊക്കെ BJP RSS പ്രവർത്തകർക്കൊപ്പം അത്രയും സജീവമായിട്ട് നിലകൊണ്ടിരുന്ന ആളുകളാണ് ശിവസൈനികർ. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വെറും അവസരവാദ രാഷ്ട്രീയത്തിന് വേണ്ടി. സത്യത്തിൽ BJP പിന്നിൽ നിന്ന് 2019 ഇലക്ഷന് ശേഷം കുത്തിയത് ശിവസേനയാണ്, ഉദ്ധവ് താക്കറെയാണ്. കാരണം ഒരുമിച്ച് സഖ്യമായി മത്സരിക്കുന്നു. BJPയുടെ കൂടി പിന്തുണയോട് കൂടിയാണ് അന്ന് 50-ലധികം സീറ്റ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ നേടിയത്, അല്ലെങ്കിൽ ശിവസേന നേടിയത്. പക്ഷേ അതിനുശേഷം നേരെ കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി പദം വേണമെന്ന് പറയുന്നു. മുൻധാരണയെ അട്ടിമറിച്ചുകൊണ്ട് BJP അതിനു മുമ്പ് ഒറ്റയ്ക്ക് ഭരിച്ചതാണ് മഹാരാഷ്ട്ര, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു നിലപാട് സ്വീകരിക്കാതെ കോൺഗ്രസിനൊപ്പം പോയി മഹാവികാസ് അഘാഡി ഉണ്ടാക്കി ശരിക്കും മുന്നോട്ട് പോവുകയാണ് അന്ന് ചെയ്തത്. അതിനുശേഷം 2.5 കൊല്ലമാണ് ഉദ്ധവ് മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. കോൺഗ്രസിൻ്റെയും NCPയുടെയും ബദ്ധ ശത്രുക്കളായ കോൺഗ്രസിൻ്റെയും NCPയുടെയും പിന്തുണ സ്വീകരിച്ച്, ഇതേ NCPയെക്കുറിച്ചും താക്കറെ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇവരുടെ എല്ലാം പിന്തുണ സ്വീകരിച്ച് അവസരവാദ രാഷ്ട്രീയം പയറ്റിയാണ് 2.5 കൊല്ലം മുഖ്യമന്ത്രി കസേരയിൽ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കസേരയിൽ ഉദ്ധവ് ഇരുന്നത്. ശരിക്കും ഇവർക്ക് കംപ്ലീറ്റ് കീഴ്പ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു. അതായത് കാര്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നത് ശരത് പവാറും അതുകൂടാതെ കോൺഗ്രസ് നേതാക്കളുമായിരുന്നു. ശരിക്കും ഒരു പാവ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലായിരുന്നു ഉദ്ധവ് ആ 2.5 വർഷം ഭരിച്ചിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും താഴേക്കിടയിലുള്ള ശിവ സൈനികർക്കിടയിൽ അത് വലിയൊരു അതൃപ്തി ഉണ്ടാക്കി എന്നുള്ള. അവരെ സംബന്ധിച്ച് അവർ കണ്ടു വളർന്നത് ഈ രീതിയിലുള്ളൊരു നേതാവിനെയല്ല, കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന വളരെ മികച്ച ഒറേറ്ററായിട്ടുള്ള, അവരെ ഊർജം നൽകുന്ന രീതിയിൽ അവരെ സെറ്റ് ചെയ്യുന്ന ഒരു ലീഡറെയാണ് അവർ കണ്ടത്, ബാൽ താക്കറെ എന്നുള്ള ഒരു ലീഡർ. ആ ലീഡറിൽ നിന്ന് നേരെ വിഭിന്നനായിട്ട് അവരുടെ അടിസ്ഥാന ആശയങ്ങളെല്ലാം ബലി കഴിപ്പിച്ച് അധികാരത്തിന് വേണ്ടി കോൺഗ്രസിനും NCPക്കും ഒപ്പം നിലകൊള്ളുന്ന ഒരു നിലപാടില്ലാത്തൊരു സ്പൈൻലെസ് ആയിട്ടുള്ള ഒരു ലീഡർ എന്നുള്ളത് ഒരിക്കലും ഒരു ശിവസേന പ്രവർത്തകനെ സംബന്ധിച്ച്, സാധാരണ ശിവസേന പ്രവർത്തകനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷിൻഡെയും മറ്റ് ശിവസേന നേതാക്കളും NDA പാളയത്തിലെത്തിയത്. ഷിൻഡെ പറഞ്ഞതും അതാണ്. അതായത് ഏകനാഥ് ഷിൻഡെ പറഞ്ഞ കാര്യം, ഹിന്ദുത്വമാണ് ശിവസേനയുടെ അടിസ്ഥാനം, അതില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അത് ആത്മഹത്യാപരമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അത് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നടപടിയായിരുന്നു എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ശിവസേന ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഉദ്ധവിനെ സംബന്ധിച്ച് ഇനിയൊരു നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത് അത്തരം കൂട്ടുകെട്ടുകളാണ് ഉദ്ധവിനെ നശിപ്പിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, സഞ്ജയ് റൗത്തിനെ പോലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ലീഡർ, വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു ലീഡർ, പ്രത്യയശാസ്ത്രത്തോട് ഒരു കടപ്പാടില്ലാത്തൊരു ലീഡർ. പിന്നെ മകൻ ആദിത്യ താക്കറെയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ രാമുൽ ബേബി എന്നുള്ളൊരു ഇമേജൊക്കെയാണ്, രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള ജനങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാത്ത ഒരു ലീഡറാണ് ആദിത്യ താക്കറെ എന്നാണ് പൊതുവെ മഹാരാഷ്ട്രയിലൊക്കെ വിശേഷിപ്പിക്കാറ്. അപ്പോൾ എന്തായാലും ഇത്തരം കൂട്ടുകെട്ടുകൾ, കൃത്യമായുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തം ആശയത്തെ ഉറ്റിക്കൊടുത്തു, ഇതൊക്കെ തന്നെയാണ് ശിവസേനയെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ശിവസേനയുടെ പതനം ഒരു ഇമിനൻ്റ് ആയുള്ള കാര്യം തന്നെയാണ്. ആ സംഘടന കഴിഞ്ഞു. ബാൽ താക്കറെ മുന്നോട്ട് വെച്ച ആശയത്തിന് നേർവിപരീതമായി പ്രവർത്തിക്കുന്നു. പിന്നെ ഇങ്ങനെ ആ
സംഘടന നിലനിൽക്കും. ഒരു കോൺഗ്രസിൻ്റെ ബി ടീമായിട്ട് ശിവസേന നിലനിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ശിവസേനയെ മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് BJP എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് മുമ്പിലുണ്ട്. ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന റിയൽ ശിവസേന അവർക്കൊപ്പം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു, അത് നേതാക്കളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും എന്നതാണ് വസ്തുത. അപ്പോൾ ശിവസേനയുടെ ഒരു പതനം എന്ന് പറഞ്ഞത് അവർ തന്നെ ചോദിച്ച് വാങ്ങിയതാണ്. അതിന് BJPയെ പഴിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്നതാണ് ഒരു വസ്തുത.